Hi, hello, welcome back to Axora Learning. So, this is a new channel, so subscribe now. അപ്പോൾ എല്ലാവരും ഒന്ന് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, പ്ലീസ് ഗൈസ്. എൻ്റെ ഒരു അപേക്ഷയാണ്, എല്ലാവരും ഫസ്റ്റ് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അപ്പോൾ ആക്സോറ ലേണിംഗ് എന്നാണ് നമ്മുടെ പുതിയ ആപ്പിൻ്റെ പേര്. അപ്പോൾ SSLC ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിൻ്റെ ഏതൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പാണ്. ഓക്കെ, ആക്സോറ ലേണിംഗ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അത് നമ്മൾ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എല്ലാ ചാനലുകളെയും പോലെയും നമുക്ക് ഡെയിലി ഇങ്ങനെ ലൈവ് ക്ലാസ്സുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ലൈവ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ലൈവ് ചെയ്യുവാനായിട്ട് 50 സബ്സ്ക്രൈബേഴ്സ് വേണം. സോ 10 സബ്സ്ക്രൈബേഴ്സ് ആയി. സോ താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ എന്താ ഗൈസ് ഇത്രയും പാട്? ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാണ് മക്കളെ. എന്താണ് ആക്സോറ ലേണിംഗ് എന്ന് നിങ്ങൾ ചോദിക്കുക. ആക്സോറ ലേണിംഗ് എന്ന് വെച്ചാൽ ഒരു പഠിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പവർഫുൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തോട്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്: ലേൺ ഫാസ്റ്റ്, ലേൺ സ്മാർട്ട്, ലേൺ ആക്സോറ. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാണോ? അപ്പോൾ ഓണപ്പരീക്ഷ നിങ്ങൾക്ക് ഓഗസ്റ്റ് 18 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓണപ്പരീക്ഷയുടെ ചെറിയ ചെറിയ നോട്ട്സൊക്കെ നമ്മൾ പോസ്റ്റായിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്, ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം, അല്ലേ? വില്യം ഷേക്സ്പിയറിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു എന്താ പറയുക, ഒരു വാക്കുകളില്ല അല്ലേ, ഒരു മാന്ത്രികമാണ് ആളുടെ വിരലുകളും. ആളുടെ എല്ലാ ഒരു കഥയ്ക്കും സ്പീച്ചിനും കവിതയ്ക്കും ആൾക്കൊരു പവർ ഉണ്ട്. ഇപ്പം നമ്മൾക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയുകയാണെങ്കിൽ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് ബൈ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. പുള്ളിയുടെ ഒരു സ്റ്റോറി നമുക്കറിയാം. കാരണം അതൊരു നേച്ചറാണ്, അതൊരു മാജിക്കൽ റിയലിസം ആണ്. ബട്ട് നമ്മൾക്കത് മാജിക്കൽ റിയലിസം പോലെയല്ല തോന്നുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അത് നിങ്ങളോട് പറഞ്ഞ പോലെ ആക്സോറ ലേണിംഗ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തേക്ക് പോവാണ് നമ്മൾ. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെനിലേക്കാണ് പോകുന്നത്. സോ റെഡിയായിരുന്നു. ഫ്രണ്ട്സ് എവിടെ? യെല്ലോ കളറാണ് നമുക്ക്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ ഈസ് എ ഫേമസ് സ്പീച്ച്. ഓക്കെ, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ ഈസ് എ ഫേമസ് സ്പീച്ച്. ഇവിടെ ചെറിയൊരു തെറ്റുണ്ട്. റൊമാൻസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ റൊമാൻസ് അല്ല, എസ് ആണ്. റോമൻസ് ആണ്. റോമൻസിൻ്റെ അവിടെ എസ് ആണ്. പിന്നെ ഇവിടെ കൺട്രി മാൻ എന്നല്ല, മെൻ എന്നാണ്. അപ്പോൾ MEN ആണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ തോന്നും. അപ്പോൾ ഞാനിതൊന്ന് വേഗം സ്പീഡിലൊന്ന് പറഞ്ഞു പോയിട്ട് നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ തരാം. അത് നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. നോക്കിക്കോ എന്താണ്. ഓക്കെ, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ ഈസ് എ ഫേമസ് സ്പീച്ച് റിട്ടൺ ബൈ വില്യം എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇന്ന് കുറച്ച് കൂടുതലായിട്ടുണ്ട്. സോ സോറി. അടുത്ത പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കാം. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ ഈസ് എ ഫേമസ് സ്പീച്ച് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ ഇൻ ഹിസ് പ്ലേ. അയാളുടെ പ്ലേ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, കഥാ രചന ബൈ ജൂലിയസ് സീസർ, വില്യം ഷേക്സ്പിയർ. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമില്ല, അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുമില്ല. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ ഈസ് എ ഫേമസ് സ്പീച്ച് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ ഒരു ഷുവർ മാഗ്നറ്റിസത്തിൽ, അതായത് എന്തൊക്കെയാണെങ്കിലും ഒരു 6 മാർക്കിനോ 7 മാർക്കിനോ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള, 7ൻ്റെ പണി എന്നൊക്കെ പറയില്ലേ, അതുപോലെ 7ൻ്റെ മാർക്കിന് ചോദിക്കുവാനായിട്ട് ചാൻസ് കാണുന്നതാണ് ഈ പറയുന്ന അപ്രീസിയേഷൻ. ഏതിൻ്റെ അപ്രീസിയേഷൻ? ഓഫ് കോഴ്സ്. പിന്നെ നിങ്ങൾക്കുള്ള സീഡ്ലിംഗ് ഉണ്ട്. സീഡ്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. ബട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്യം ഷേക്സ്പിയറിൻ്റെ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായും പഠിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ ഈസ് എ ഫേമസ് സ്പീച്ച് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ ഇൻ ഹിസ് പ്ലേ ജൂലിയസ് സീസർ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു അതിലേക്ക് പോവാം. ഇറ്റ് ഈസ് സ്പോക്കൺ ബൈ
ഇറ്റ് ഈസ് സ്പോക്കൺ ബൈ ആരാ സ്പോക്ക് ചെയ്തത്? മാർക്ക് ആന്റണി. ആരാ സ്പോക്ക് ചെയ്തത്? മാർക്ക് ആന്റണി അറ്റ് ദ ഫ്യൂണറൽ ഓഫ് ജൂലിയസ് സീസർ. രണ്ടാമത്തെ ലൈനും ഇഷ്ടമായല്ലോ? ഇഷ്ടമായില്ലല്ലോ? ഇത് പഠിക്കണം കേട്ടോ, ഓഫ് കോഴ്സ് അടുത്ത് പഠിക്കണം. അവിടെ ഓക്കെ, അത് പഠിക്കണം. ഓക്കെ, അടുത്തത് ജൂലിയസ് സീസർ ഇസ് എ പവർഫുൾ റോമൻ ലീഡർ ഹാസ് ജസ്റ്റ് ബീൻ അസാസിനേറ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് കോൺസ്പിറേറ്റേഴ്സ്. എന്താണ് അസാസിനേറ്റഡ്? അസാസിനേറ്റഡിന്റെ അർത്ഥം അറിയാവുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത്, ഇപ്പൊ തന്നെ കമന്റ് ചെയ്ത്. അസാസിനേറ്റഡിന്റെ അർത്ഥം അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്ത്, പറ്റുകയാണെങ്കിൽ അറിയാമെങ്കിൽ കമന്റ് ചെയ്ത്. അസാസിനേറ്റഡ് എന്താണ്? അസാസിനേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വേഗം വേഗം. ഓക്കെ, കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്ന്. ആര് കാരണം? ബ്രൂട്ടസ് കാരണം. അപ്പൊ ഒരു പുതിയൊരാൾ കയറി വന്നില്ലേ? പുതിയ ഒരാൾ കയറി വന്നോ? ആരാ കയറി വന്നേ? ബ്രൂട്ടസ് കയറി വന്നോ? ലെഡ് ബൈ ബ്രൂട്ടസ് എന്നല്ലേ പറയുന്നേ? അല്ലേ? യെസ് ഓർ നോ? നിങ്ങൾ എന്താടാ? ലെഡ് ബൈ ബ്രൂട്ടസ്. ലെഡ് ബൈ ബ്രൂട്ടസ്. ഓക്കെ, ലെഡ് ബൈ ബ്രൂട്ടസ്. ലെഡ് ബൈ ബ്രൂട്ടസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുവരെ ഒന്ന് സെറ്റായവരൊക്കെ ഒരു അടിപൊളി അതിട്ടെ, ഒരു സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നിട്ടെ. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാം, 1 മിനിറ്റ്. ഇത് ചെറിയൊരു ഹാങ് പോലെ തോന്നുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി എടുക്കാം. ചെറിയൊരു ഹാങ് പോലെ തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പം തന്നെ റെഡി ആക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചമ്മും. ഓക്കേ, എവിടെ 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 അറ്റ് ദ ഫ്യൂണറൽ ഓഫ് മാർക്ക് ആന്റണി വാസ് അലൗഡ് ടു സ്പീക്ക്. അതായത് ഈ പറയുന്ന ബ്രൂട്ടസും കൂട്ടവും ഈ പാവപ്പെട്ട ജൂലിയസ് സീസറിനെ അസാസിനേറ്റഡ് ചെയ്തു കൂട്ടത്തോടെ. അതായത് ഒരാളല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് കൊന്നു. എന്തിനും? റോമൻ എന്ന് പറയുന്ന നഗരത്തെ ജൂലിയസ് സീസർ നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബ്രൂട്ടസ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ടാണ് ബ്രൂട്ടസ് എന്ന് പറയുന്നത്. എന്നിട്ട് പുള്ളി കന്നു. ബട്ട് മാർക്ക് ആന്റണി ആരാണ്? മാർക്ക് ആന്റണി ഗജ കില്ലാടിയാണ്. പുള്ളിയുടെ ലോയൽ ഫ്രണ്ടാണ്, സത്യസന്ധനായ ഫ്രണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മുടെ ഒഫീഷ്യലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ പോകുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കിക്കോ. ആന്റണി പ്രിറ്റൻസ് ടു അഗ്രി വിത്ത് ദ കോൺസ്പിറേറ്റേഴ്സ് ബട്ട് സ്ലോലി ടേൺസ് ദ ക്രൗഡ് അഗൈൻസ്റ്റ് ദം. എന്താണ് പറഞ്ഞേ? ആന്റണി പ്രിറ്റൻസ് ടു അഗ്രി വിത്ത് ദ കോൺസ്പിറേറ്റേഴ്സ് സ്ലോലി ടേൺസ് ദ ക്രൗഡ് അഗൈൻസ്റ്റ് ദം. മനസ്സിലായോ? അതായത് ആന്റണി പ്രിറ്റൻസ് ടു അഗ്രി വിത്ത് ദ കോൺസ്പിറേറ്റേഴ്സ് എന്നൊന്നുമല്ല. ആന്റണി ആദ്യം എന്താ പറഞ്ഞ, ബ്രൂട്ടസ് ഇവരോടൊക്കെ പറഞ്ഞു. അതായത് നമ്മുടെ ഈ പറയുന്ന ജൂലിയസ് സീസർ വളരെ അംബീഷ്യസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ കൊന്നത്. അല്ലാതെ ഞങ്ങൾക്ക് കൊല്ലാനോ അവനെ കൊന്നിട്ട് വലിയ പുണ്യൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ റോമനെ അവൻ നശിപ്പിക്കുന്നില്ല. അവരെ നശിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവനെ കൊന്നതെന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ആന്റണി എന്ത് ചെയ്തു? ഓക്കെ, കോൺസ്പിറേറ്റേഴ്സിന്റെ അഗ്രി ചെയ്തോ, കോൺസ്പിറേറ്റേഴ്സിന്റെ കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞു. ബട്ട് സ്ലോലി ടേൺസ് ദ ക്രൗഡ് അഗെയിൻസ്റ്റ് ദം. പക്ഷെ അതായത് ഇത്രയും നേരം ബ്രൂട്ടസിന്റെ കൂടെ നിന്ന എല്ലാ ക്രൗഡും, എല്ലാ നാട്ടുകാരും എന്ത് ചെയ്യുന്നു? പതുക്കെ അവർക്ക് എതിരെയാകുന്നു, എഗെയിൻസ്റ്റ് ആകുന്നു. എങ്ങനെ എഗെയിൻസ്റ്റ് ആകുന്നത്? പറ. ഓക്കെ, ഞാൻ അങ്ങനെ പറയാണ്. അതെ, ജൂലിയസ് സീസർ നല്ലവനാണ്. ബ്രൂട്ടസ് പൊട്ടനാണ്. അതുകൊണ്ട് എന്താ പറയാ, ബ്രൂട്ടസ് ആണ് നല്ലവൻ എന്ന് വിചാരിക്കരുതെന്ന് പറയും. വിശ്വസിക്കോ? ഇല്ല. എങ്ങനെയാണ്? യൂസിങ് ക്ലവർ വേർഡ്സ്, വെർബൽ ഐഡി ആൻഡ് ഇമോഷണൽ എക്സാമ്പിൾസ് ഓഫ് സീസേഴ്സ് കൈൻഡ്നസ്. അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതെന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് കാരണം ഞാൻ ഈ ടൈപ്പ് ചെയ്ത പകരം വോയിസ് മെയിൽ കൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് കുറേ സാധനം തെറ്റിയത്. അടുത്ത പ്രശ്നം ടൈപ്പ് ചെയ്ത് തന്നെ വരും. സപ്പോർട്ട് വേണം. പക്ഷെ അങ്ങനെയാണ്. യൂസിങ് ക്ലവർ വേർഡ്സ്, അത് ബുദ്ധിയായ വാക്ക്. വെർബൽ അയണിക്കൊക്കെ എക്സാമ്പിൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇമോഷണൽ എക്സാമ്പിൾസ് ഓഫ് സീസേഴ്സ് കൈൻഡ്നസ് എന്ന് പറയുന്നുണ്ട്. ആന്റണി ലിസ്റ്റ് തിങ്സ് വെൻ പുവർ പീപ്പിൾ ക്രൈഡ് സീസർ വെബ്ഡ്. അതായത്
പാവപ്പെട്ട ജനങ്ങൾ കരയുമ്പോൾ ആന്റണി വെപ്റ്റ് ചെയ്യുന്നു, കൂടെ കരഞ്ഞു. ഹി റെഫ്യൂസ്ഡ് ദ ക്രൗൺ എന്ന് വെച്ചാൽ എന്താ പറയാ, കിരീടം ത്രൈസ് 3 തവണ. ഓക്കെ, 3 തവണ റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. 3 തവണ റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കിക്കോ, കുറച്ച് സ്പീഡ് പോവാ അല്ലെ. ഹി കീപ്സ് റിപ്പീറ്റിംഗ്. വന്നു ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ഇതിൽ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുന്നത് വേർബൽ അയേണിയാണ്, വിച്ച് മീൻസ് ദ ഓപ്പോസിറ്റ്. എന്താണോ അവിടെ പറയുന്നത്, അതായത് നീ നല്ലവനാണ് കേട്ടോ, നീ നല്ലവനാണ്. അതായത് പി ടി എ മീറ്റിങ്ങിന് ടീച്ചറൊക്കെ വരുമ്പോൾ ഇവൻ പറയാണ്, എടാ നീ നല്ലവനാട്ടോ. ടീച്ചർ പറയാണ് അവൻ്റെ അച്ഛൻ്റെ മുമ്പിൽ, നീ നല്ലവനാട്ടോ. പക്ഷെ എന്താ വിചാരിക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്, കുറച്ചുപേരുടെ കാര്യമായിട്ടാ പറഞ്ഞത്. അയ്യോ, അപ്പൊ എന്താണ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ബ്രൂട്ടസ് ഓണറബിൾ മാൻ ആണോ? അല്ല. ആൻഡ് ഈ എന്താ പറയുന്നത് നോക്കാം. ഹി ഓൾസോ സീസ്, അവൻ ഒപ്പം തന്നെ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നേ? ലെൻഡ് മീ യുവർ ഇയേഴ്സ്. എന്താ ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് വെച്ചാ, എല്ലാ നാട്ടുകാരുണ്ട്, നാട്ടുകാർക്കൊക്കെ വേറെ പണിയുണ്ട്. അപ്പൊ നാട്ടുകാരുടെ ചെവി ഇങ്ങനെ എന്താ പറയാ, സ്ക്രൂ ഡ്രൈവറിൽ ലൂസ് ചെയ്ത് തന്നിട്ട്, എടാ മോനെ ചെവി എന്നാ ഇതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോ, ഞാൻ പിന്നെ കേട്ടോളാം. അങ്ങനെയാണോ? ലെൻഡ് മീ യുവർസ് എന്ന് വെച്ചാൽ, ലെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കടം തരിക എന്ന്. ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം തരിക എന്നാണ്. എന്ന് വെച്ചിട്ട് ചെവി കുറച്ച് നേരം കടം തരുമോ എന്നാണോ, നാളെ തന്നാൽ മതി എന്ന് പറഞ്ഞ ചെവി ഊരി കൊടുക്കുന്നതാണോ? അല്ല. എന്താണ്, മെറ്റഫറാണ്. ലെൻഡ് മീ യുവർ ഇയേഴ്സ് ശരിക്കും പറയുന്നതാണ്, എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ്. അല്ലാതെ ചെവി ഒന്ന് മുറിച്ച് കുറച്ചു നേരത്തേക്ക് തരുമെന്നാണോ? അതിനല്ല. ആസ്കിങ് ദ പീപ്പിൾ ലിസണിങ് കെയർഫുൾ, അതായത് പീപ്പിൾ കേൾക്കാൻ വേണ്ടിയിട്ട് ക്ലെവർ വേർഡ്സും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഹി ആസ്ക്ഡ് റെട്ടോറിക് ക്വസ്റ്റ്യൻ, അവർ റെട്ടോറിക് ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് റെട്ടോറിക്? വാസ് ദിസ് അംബിഷൻ? കിരീടം 3 വട്ടം അവൻ റെഫ്യൂസ് ചെയ്തു. ഇത് അംബിഷൻ ആണോ? പറ. എന്താ വാക്കുകളൊന്നുമില്ല, ഇത് അംബിഷൻ ആണോ? അല്ലേ, അംബിഷൻ അല്ലേ? പറയൂ. അങ്ങനെ പറയുന്നുണ്ട്. ആൻഡ് നോക്കിക്കോ. They didn't need an answer but make people think. This speech shows how powerful words can used in a tough situation. They didn't need an answer. അവർക്കൊരു ആൻസർ ഒന്നുമില്ല. ഓക്കെ, അവർക്ക് വലിയ ആൻസർ ഒന്നുമില്ല. ബട്ട് ഈ സ്പീച്ച്, അതായത് ഈ സ്പീച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കാരണം എല്ലാവരും ജൂലിയസ് സീസർ ഈ നാടിന് ശാപമാണെന്നൊക്കെ വിചാരിച്ച് കൊന്നതിന് ശേഷം ഇവർക്ക് ഭയങ്കര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെന്താ വിചാരിക്കുന്നത്, പൊട്ട കാര്യങ്ങളാണെന്നാ. ജൂലിയസ് സീസർ മണ്ടനാണ്. ജൂലിയസ് സീസർ ഒരു കാര്യമില്ല. ജൂലിയസ് സീസർ മരിച്ചത് നന്നായതാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും പറഞ്ഞ് ബ്രൂട്ടസ് നാട്ടുകാരെ വിശ്വസിപ്പിച്ചതിന് ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് മാറ്റുന്നുണ്ട്. ഈ എന്താ പറയുന്നത്, ഇവര് എഗെയിൻസ്റ്റ് ചെയ്യുന്നുണ്ട് ബ്രൂട്ടസിനെതിരെ. അതാണ് പറയുന്നത്, പവർഫുൾ വേർഡ്സ് ക്യാൻ യൂസ്ഡ് ഇൻ എ ടഫ് സിറ്റുവേഷൻ. അത്രയും ടഫ് സിറ്റുവേഷനിൽ ഈ ബ്രൂട്ടസിന് എതിരെയാക്കുന്നതിന് അവൻ എന്തൊക്കെ ചെയ്തു അല്ലേ. അപ്പൊ ഇതാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള. ഇത് പഠിച്ചത് നിങ്ങൾക്ക് ഉറപ്പാണ് 5 മാർക്കിങ് 5 മാർക്ക്, 6 മാർക്കിങ് 6 മാർക്ക്. കണ്ടന്റ് ഉണ്ട്, ഇതിൽ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് ഓർത്തുവെച്ചോ. ഇനി നിങ്ങൾക്ക് പറയാം, ഇത് റോമൻസ് എന്നാണ്. അതായത് ROMANS, റോമൻസ് എന്നാണ്. പിന്നെന്താണ്, കൺട്രി മെന്നാണോ, മാനാണോ? ഓക്കെ ആണല്ലോ. ഓക്കെ. ത്രൈസിന്റെ മീനിങ് അല്ലേ, ത്രൈസ് എന്ന് പറഞ്ഞ 3 തവണ എന്നാണ്. 3 തവണ എന്ന് പറയും. അതായത് 3 തവണ കിരീടം കൊടുത്തപ്പോഴും പുള്ളി എന്ത് പറഞ്ഞു, വേണ്ട പറഞ്ഞു. അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ എല്ലാവരും. ഒരു മിനിറ്റ്, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തോ. എനിക്ക് തോന്നുന്നു ത്രൈസിന്റെ അവിടുത്തെ കുറച്ച് മാച്ചാ നന്നായിരിക്കും എന്ന്. അത് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ത്രൈസ്. ഓക്കെ, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ, എടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇത്രയും നേരം ക്ലാസ് കണ്ടതിന് നന്ദി. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലേൺ ഫാസ്റ്റ്, ലേൺ സ്മാർട്ട്, ലേൺ ആക്സോര. താങ്ക് യു.